ലോകത്തിലാരും ഈ വാർത്തയെ അറിയാതെ പോകരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. വാനനിരീക്ഷകർ അവരുടെ പരീക്ഷണശാലകളിൽ നിന്ന് അവരുടെ യന്ത്രങ്ങളിലൂടെ ആകാശത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ലോകത്തിന്റെ വ്യതിയാനങ്ങളും ചലനങ്ങളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ അവസരത്തിൽ ദൈവം ആ സദ്വാർത്ത അറിയിച്ചത് ഒരു നക്ഷത്രത്തെ ആകാശത്തിലേക്ക് അയച്ചുകൊണ്ടാണ്. എന്നാൽ ഈ ആധുനിക സാങ്കേതിക വിദ്യയൊന്നുമില്ലാത്ത മറ്റു ചിലർ ലോകത്തിന്റെ വേറൊരു കോണിലുണ്ടായിരുന്നു. ആട്ടിടയന്മാർ. ഒരുപക്ഷെ ഈ വാർത്ത അവർ അറിയണമെന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു അവസരത്തിൽ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ദൈവം അവർക്ക് ഈ സദ്വാർത്ത അറിയിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് മാലാഖമാർ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, സന്തോഷത്തിന്റെ ഈ വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതെ, ഇന്ന് നമുക്കും ഈ ഒരു ഉത്തരവാദിത്വമുണ്ട്. ദൈവം മനുഷ്യനായി പിറന്ന ക്രിസ്മസിന്റെ ആശംസകൾ, അതുപോലെ തന്നെ മംഗളവാർത്ത മറ്റുള്ളവരെ അറിയിക്കുവാൻ ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും മംഗളവാർത്തയുടെ വാഹകരായി തീരാം. ഏവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു.